സ്നേഹമുള്ളവരെ, അഡിക്ഷനും ഡി അഡിക്ഷനെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും ഒരു കണക്കിൽ അല്ലെങ്കിൽ മറ്റൊരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ശരിക്കും അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിനെ കുറിച്ചുള്ള അഡിക്ഷനെ പറ്റിയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്ത. രണ്ട് തരത്തിലുള്ള അഡിക്ഷൻ ആണുള്ളത്. ഒന്ന് സ്വഭാവത്തിലുള്ള അഡിക്ഷൻ. സ്വഭാവത്തിലുള്ള അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്ന കാര്യമാണ് ഫോണിന്റെ അഡിക്ഷൻ. ഫോണിന്റെ അഡിക്ഷൻ ഇല്ലാത്ത ആളുകൾ, കുട്ടികൾ എന്തുമാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്തുമാത്രം ഫോണിന്റെ അഡിക്ഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് പോൺ അഡിക്ഷൻ. പോണോഗ്രാഫി, മൂവി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു തരത്തിലുള്ള അഡിക്ഷൻ. അതിന്റെ ഒരു കാര്യം പറയുന്നത്, പോണോഗ്രാഫി കണ്ട് ആക്ട് ചെയ്യുന്ന ആളുകൾ കൊക്കൈൻ ഉപയോഗിക്കുന്ന ആളുകളുടെ തലച്ചോറ് എങ്ങനെയാവും അതുപോലെ അവരുടെ തലച്ചോറായി തീരുന്ന പറയുന്നത് പോണോഗ്രാഫിയുടെ അഡിക്ഷൻ. ഷോപ്പിങ്ങിന്റെ അഡിക്ഷൻ. കുറെ പേർക്ക് ഷോപ്പിങ്ങിന്റെ അഡിക്ഷൻ ഉണ്ട്. ചില സാധനങ്ങൾ, ചില ലൈംഗികമായിട്ടുള്ള അഡിക്ഷൻസ്, മാസ്റ്റർബേഷൻ, അങ്ങനെയുള്ള ചില ലൈംഗികമായ രോഗങ്ങളുടെ അവസ്ഥയാണത്. അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉണ്ട്. തീറ്റയുടെ അഡിക്ഷൻ ഉണ്ട് ചിലർക്ക്. ഭയങ്കര ഇന്നെന്റെ ഭക്ഷണം അത് കഴിക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾ കഴിക്കുക, അങ്ങനെയുള്ള അഡിക്ഷൻ ഉണ്ട്. ഗാംബ്ലിംഗ് ഉണ്ട്, ചൂതാട്ടം, പബ്ജി പോലുള്ള വീഡിയോ ഗെയിംസിന്റെ അഡിക്ഷൻ ഉണ്ട്. അതാണ് സ്വഭാവത്തിലുള്ള അഡിക്ഷൻ എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുക. രണ്ടാമത്തെ അഡിക്ഷനാണ് ഒരു സബ്സ്റ്റൻസിനോടുള്ള അഡിക്ഷൻ. ഒരു മയക്കുമരുന്ന്, മദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള അഡിക്ഷൻ. ആ അഡിക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അഡിക്ഷൻ പ്രാധാന്യം കൊടുക്കാതെ രണ്ടാമത്തെ അഡിക്ഷനെ പറ്റി പറയാനല്ല. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ അഡിക്ഷനാണ് ഈ സബ്സ്റ്റൻസ് അഡിക്ഷൻ. പലതരത്തിലുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. നമുക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ സീവിയറിറ്റിനെ കുറിച്ച്, ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇംപെയർഡ് കൺട്രോൾ ആണ്. അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത് ഉപയോഗിക്കാനുള്ള ശക്തിയില്ല, ഉപയോഗം നിർത്താനുള്ള ശക്തിയില്ല, അങ്ങനെ ഒരു അവസ്ഥ. അതാണ്. അതുപോലെ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാലും ഇത് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നുണ്ട്, എന്നാലും ഇത് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ പലതരത്തിൽ നമ്മൾ ഈ ഡ്രഗിന്റെ അഡിക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞതാണ്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയുള്ള സാധനങ്ങളുടെ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അമ്മയിലേനും കുഴപ്പമില്ല, അപ്പനിലേനും കുഴപ്പമില്ല, കുടുംബം തകർന്നാലും കുഴപ്പമില്ല, ഇത് ഞാൻ ഉപയോഗിക്കും. പൈസ പോയാലും കുഴപ്പമില്ല, എനിക്ക് രോഗം വന്നാലും കുഴപ്പമില്ല, ഞാൻ ചത്താലും കുഴപ്പമില്ല, ഞാൻ ഉപയോഗിക്കും. ഉപയോഗിക്കാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് അഡിക്ഷൻ. ഇപ്പൊ ലഹരിയുടെ അഡിക്ഷൻ ഇതുപോലുള്ള അഡിക്ഷനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ വലിയൊരു വിഷയം. നമ്മുടെ കുട്ടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു അഡിക്ഷനിൽ ആൾ പെട്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു അഡിക്ഷനിൽ. ഇപ്പൊ നമുക്ക് ഇതുവരെ ഇല്ലാത്ത പുതിയ കൂട്ടുകാർ നമ്മുടെ കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടുകാർ അത്ര നല്ലതല്ല എന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ അപ്പനും അമ്മേനെ ധിക്കരിച്ച് ഇന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. 6 മണിക്ക് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. 10 മണി 11 മണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നിർത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ ചില സൂചനകളാണ് നമുക്ക് ചെയ്ത് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന തരുന്നത്. പിന്നെ കണ്ണിന്റെ കണ്ണ് കലങ്ങുക, കണ്ണ് ചുമന്നിരിക്കുക, ഓർമ്മക്കുറവ് ഉണ്ടാവുക, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഭയങ്കര വിശപ്പ്. ആദ്യമായിട്ട് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ധാരാളം ഭക്ഷണം കഴിക്കും. പിന്നീട് കുറഞ്ഞു വരും. ആദ്യത്തെ സമയങ്ങളിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ ചില ലക്ഷണങ്ങൾ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടോ, അത് നമ്മൾ പാരന്റ്സ് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മിഠായി വരെ ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ ലേഖനത്തിലുണ്ട്, കഞ്ചാവ് മിഠായി വരെ അവൈലബിൾ ആണെന്ന്. നമ്മുടെ കുട്ടികൾ പോകുന്ന പാർട്ടികൾ, വൈകുന്നേരമുള്ള പാർട്ടികൾ വേണോ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം. വൈകുന്നേരം പാർട്ടി ഡ്രഗുകൾ ധാരാളം ഇറങ്ങുന്ന MDMA പോലുള്ള പാർട്ടി ഡ്രഗുകൾ. 2 ദിവസം ഉറങ്ങില്ല, ഉറങ്ങാണ്ട് ഇങ്ങനെ മേളിക്കുക, ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ ഇങ്ങനെ പാർട്ടികളിൽ വരുന്ന ഒരു വലിയൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ MDMA പോലുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നത്. LSD, ആസിഡ് സ്റ്റാമ്പുകൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നത് അവന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരു പെൺകുട്ടിക്കാണ് അത് കലക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂർ നേരത്തേക്ക് അവൾക്ക് ബോധം ഉണ്ടാവില്ല. അവിടെ എന്തൊക്കെ ചെയ്യണേ, അവളെ എന്തൊക്കെ ചെയ്യണേ എന്നുള്ളത് ആരും അറിയില്ല. ഇതിന്റെയൊക്കെ പാർശ്വഫലങ്ങൾ ഭീകരമാണെന്നുള്ളതാണ് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക. അവരെ കൂട്ടുകാരാരാണെന്ന് അറിയുക, അവരെവിടേക്കൊക്കെ പോണെന്നുള്ളത് അവരെങ്ങനെ കുത്തി ചോദിക്കാതെ തന്നെ അവരോടുള്ള സൗഹൃദവും സ്നേഹവും മൂലം മനസ്സിലാക്കി എടുക്കുക.
അതുപോലെ അവര് രാത്രി സമയങ്ങളിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത സിനിമകളിലും ആവശ്യമില്ലാത്ത കൂട്ടുകാരുടെ കൂടെയും ഹാങ് ഔട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം. പേടിച്ച് നമ്മൾ ഇവരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയില്ല. ഇത് ട്രീറ്റ് ചെയ്യാണ്ട് മാറ്റാൻ പറ്റില്ല. ഇവരെ ഈ മാനസിക രോഗങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ചിന്തിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇവരെ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് കൊണ്ടുപോയേ പറ്റും. ഡ്രഗ് ഉപയോഗിക്കുന്നത് മദ്യപാനി ആയാൽ പോലും, മദ്യം അത്ര ചില്ലറ ഡ്രഗ് ഒന്നുമല്ല. മദ്യം പൊട്ടയാണ്. മദ്യം വലിയ കുഴപ്പമില്ലാത്ത സാധനമാണെന്നാണ് എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, മദ്യം വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മദ്യപാനം. അപ്പൊ ഇതുള്ള ആളുകളെ ചികിത്സിക്കാൻ കൊണ്ടുപോകണം. ഡി അഡിക്ഷൻ സെന്ററുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ധ്യാനങ്ങളോ അതിലൊക്കെ കൊണ്ടുപോകണം. ഡ്രഗ് ഉപയോഗിക്കുന്നവരെ നിർബന്ധമായിട്ടും ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ടാമതായിട്ട് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ഇടവകയിലുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വികാരിച്ചിന്റെ നേതൃത്വത്തിലും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകേണ്ട. മൂന്നാമതായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ അഡിക്ഷനിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് അടുത്ത ആക്ഷനിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുക. എല്ലാ ഡ്രഗിൽ നിന്നും, മദ്യത്തിൽ നിന്നും നമുക്ക് മോചനം നേടാം. ഈ ഒരു പ്രാർത്ഥന ഓർക്കുക. ദൈവമേ, ഇപ്പോൾ മുതൽ 24 മണിക്കൂർ നേരത്തേക്ക് മദ്യമോ മയക്കുമരുന്നോ അശ്ലീലമായ പ്രവൃത്തികളോ ഞാൻ ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവമേ, എന്നെ സഹായിക്കണമേ. 24 മണിക്കൂർ നേരത്തേക്ക് പിടിച്ചെടുത്താൻ പറ്റിയാൽ മതി. അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നന്ദി.